ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കനോണിൻ്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത കനോൺ മാക്സ് 5 GX 5070 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവരുടെ എഞ്ചിനീയർ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇതാണ് പ്രിൻ്ററിൻ്റെ ബോക്സ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കാണാൻ സാധിക്കും. പ്രിൻ്ററിൻ്റെ ഏകദേശം സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ ഏത് ടൈപ്പ് ഇങ്കാണ് ഉപയോഗിക്കേണ്ടത് വരെ എന്നുള്ളത് നമ്മൾ ഈ ബോക്സിൻ്റെ പുറത്ത് മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കനോണിൻ്റെ ന്യൂ മോഡൽ സീരീസ് ആയ 76 സീരീസ് ഇങ്കാണ് ഈ മോഡലിന് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്തിന് മുകളിൽ തന്നെ നിങ്ങൾക്ക് യൂസർ മാനുവൽ, ഡ്രൈവർ CD എല്ലാം വരുന്നൊരു കിറ്റ് കാണാൻ സാധിക്കും. അതുപോലെ ഇത് പവർ കേബിൾ, USB കേബിൾ എല്ലാം ഉള്ളൊരു ഭാഗമാണ്. അത് ഈ സൈഡിലാണ് വരുന്നത്. ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവർ CD ഇതിൽ കാണാം, യൂസർ മാനുവൽ ഇതിലുണ്ട്, ഈ പാക്കിങ്ങിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി തെർമോകോൾ പീസുകൾ ഒഴിവാക്കുക. അതിനുശേഷം പ്രിൻ്റർ നേരെ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെക്കണം. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ 4 ടാങ്കിക്കും ആവശ്യമുള്ള ഇങ്ക് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ ബോക്സിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ബോട്ടിൽസ് എല്ലാം പുറത്തോട്ട് വെക്കുക. ബോക്സിൽ നിന്നും 4 ബോട്ടിലാണ്, യെല്ലോ, മജന്ത, സിയാൻ, ബ്ലാക്ക്, ഇങ്ങനെ 4 കളർ ബോട്ടിലാണ് കൂടെ വരുന്നത്. ഞാൻ ഇങ്ക് ബോട്ടിൽസ് എല്ലാം ബോക്സിൽ നിന്നും പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രിൻ്റർ പാക്ക് ചെയ്തിരിക്കുന്ന ഈ കവറിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെക്കാം. ഈ കവർ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന സമയത്ത് പൊടി വരാതിരിക്കാൻ വേണ്ടിയിട്ടെല്ലാം മൂടി വെക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കവർ മാറ്റി വെച്ചു. ഇനി പ്രിൻ്റർ ഓൺ ആക്കരുത്. അതിനു മുമ്പ് നിങ്ങൾ ഈ കാണുന്ന ഓറഞ്ച് കളർ സ്റ്റിക്കറെല്ലാം മസ്റ്റായിട്ട് നിങ്ങൾ റിമൂവ് ചെയ്തിരിക്കണം. ഞാൻ ഓരോന്നായിക്കൊണ്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഇവിടെ പ്രിൻറ്റിംഗ് കണ്ടീഷനാണ്. റൈറ്റ് സൈഡിലേക്കാണ് ലോക്ക് ആയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഒരിക്കലും സെറ്റിംഗ്സ് മോഡിൽ ആവരുത്, അത് നിങ്ങൾക്ക് പ്രിൻറ്റിംഗ് കിട്ടില്ല. പിന്നെ ഈ കാണുന്ന ഓറഞ്ച് കളർ സ്റ്റിക്കർ റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓറഞ്ച് കളർ സ്റ്റിക്കർ എല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് പ്രിൻ്റർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ പ്രിൻ്റർ ഓൺ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ ഡോർ ക്ലോസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രിൻ്റർ പവർ ഓൺ ചെയ്യാം. പവർ കേബിൾ കണക്ട് ചെയ്തിട്ട്, ഒരിക്കലും USB കേബിൾ കണക്ട് ചെയ്യരുത്. ഞാനിപ്പോൾ പവർ കേബിൾ മാത്രമാണ് പ്രിൻ്ററിൻ്റെ പിറകു വശത്ത്, ലെഫ്റ്റ് സൈഡ് പിറകു വശത്താണ് പോർട്ട് വരുന്നത്. അവിടെ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് പ്രിൻ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. സ്ക്രീനിൽ നിങ്ങൾക്ക് മെസ്സേജ് മാറുന്നത് കാണാൻ സാധിക്കും. യെസ്, ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. യെസ് എന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്നത്തെ കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കുന്നുണ്ട്. ഡേറ്റ് ആൻഡ് ടൈം കറക്റ്റ് കൊടുത്തതിന് ശേഷം ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മെസ്സേജ് വരുന്നു. ഫിൽ ദ ഇങ്ക് ടാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ക് ബോട്ടിൽസ് എടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് ബ്ലാക്കിൻ്റെ ഒരു ടാങ്കും റൈറ്റ് സൈഡിലാണ് കളറിൻ്റെ 3 ടാങ്കും വരുന്നത്. നമുക്ക് പ്രിൻ്ററിൻ്റെ കൂടെ 4 ബോട്ടിൽ കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു, ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ബോട്ടിൽ നേരെ അതിലേക്ക് ജസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്നത് കൂടെ കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ടാണ് ഇങ്ക് ഫില്ലാവുന്നത്. ഇതിന് മുമ്പത്തെ മോഡലുകളെല്ലാം കുറച്ച് പതുക്കെയായിരുന്നു. ഇതങ്ങനെയല്ല, അത് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്ക് ഏകദേശം കംപ്ലീറ്റ് ഫില്ലായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ ബോട്ടിൽ എടുക്കുന്നു, അത് ഞാൻ ജസ്റ്റ് മാറ്റി വെക്കുന്നു. ഇങ്ക് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 76 സീരീസ് ഇങ്ക് തന്നെ ചോദിച്ച് വാങ്ങണം ഈ മോഡലിന്, ഇല്ലെങ്കിൽ വാറൻറ്റി കട്ടാവുന്നതാണ്. റൈറ്റ് സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കളർ ടാങ്ക് വരുന്നത്. ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സിയാനാണ് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സിയാൻ്റെ ബോട്ടിൽ എടുത്തു. ഈ ഒരു മോഡലിനുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മൾ ഇങ്ക് മാറി വയ്ക്കാൻ സാധിക്കില്ല. ഓരോരോ ടാങ്കിനും ഓരോരോ ലോക്ക് സിസ്റ്റമാണ് ഉള്ളത്. ആ ബോട്ടിൽ അതിലേക്ക് മാത്രമേ ഫില്ലാവുകയുള്ളൂ.
അപ്പോൾ ഞാൻ സിയാൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ബോട്ടിൽ നേരെ നമ്മൾ നേരത്തെ ബ്ലാക്ക് ഫില്ല് ചെയ്താൽ അപ്പോൾ ടാങ്കിലേക്ക് നേരെ ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ക് വാങ്ങുന്ന സമയത്ത് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് വാങ്ങാൻ പാടില്ല. ഒറിജിനൽ ഇങ്ക് തന്നെ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല നിങ്ങളെ പ്രിൻറ്റിംഗ് ക്വാളിറ്റി മാറും. പിന്നെ അത് റെഡിയാക്കി വരാൻ നല്ലൊരു എമൗണ്ടിലേക്ക് പോകും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവരുടെ എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും അൺബോക്സിംഗ് ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്ത് തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറണ്ടി കിട്ടുകയുള്ളൂ. മാത്രമല്ല എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അൺബോക്സ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല. അത് നിങ്ങൾ ടെക്നീഷ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം സിയാർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത് മജന്ത ഇങ്കാണ്. അപ്പോൾ ആ ടാങ്ക് ഓപ്പൺ ചെയ്ത് ബോട്ടിൽ നേരെ അതിലേക്ക് ഇറക്കി വെക്കുന്നു. അപ്പോൾ മജന്ത ഇങ്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരെ ബോട്ടിൽ മാറ്റി വെക്കുന്നു. ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ലാസ്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത് യെല്ലോ ടാങ്കാണ്. യെല്ലോ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ബോട്ടിലും കൂടെ എടുക്കുന്നു. അതിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നേരെ നമ്മൾ മറ്റെല്ലാം ഫില്ല് ചെയ്ത് അതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ച് ആ ടാങ്കിലേക്ക് കറക്റ്റായിട്ട് ആ ബോട്ടിൽ ഇൻസെർട്ട് ചെയ്യുന്നു. ഇവിടെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് ഇങ്ക് ഫില്ല് ചെയ്യുന്ന മെത്തേഡെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ക് ഫില്ലായി കഴിഞ്ഞ് ഈ ഡോറ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും സ്ക്രീനിലേക്ക് നോക്കുക. അവിടെ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് പറഞ്ഞതെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഈ ഓക്കെ ബട്ടൺ കൊടുക്കുന്നു. ഇവിടെ നിങ്ങളുടെ അലൈൻമെൻറ്റാണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി 2-3 ഷീറ്റ് A4 വെക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നോ കൊടുത്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 6 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 6 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ സ്ക്രീനിൽ നിങ്ങൾക്ക് എന്ത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ? ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പ്രിൻ്റർ റെഡി ടു പ്രിൻറ്റ് എന്ന കണ്ടീഷനായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടെല്ലാം പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കഴിയുന്നത് നിങ്ങൾ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലോ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്ത് അവരുടെ എഞ്ചിനീയർ വന്നാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും അൺബോക്സിങ് കാര്യങ്ങളെല്ലാം ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്ത് തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറണ്ടി കിട്ടുകയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.